99% ആളുകളും തോറ്റുപോയ ചോദ്യങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് 10 മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ജീനിയസ് ആണെങ്കിൽ തീർച്ചയായും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തേത്. പല നിറങ്ങളിലുള്ള കാർട്ടൂൺ ആനകളെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എന്നാൽ ഈ ആനകളുടെ ഇടയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരാം. ആനകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പാണ്ടയെ നിങ്ങൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. അഥവാ കണ്ടെത്തിയില്ല എങ്കിൽ ആ ചുവന്ന വൃത്തത്തിൽ കാണിക്കുന്നതാണ് ഒളിച്ചിരിക്കുന്ന പാണ്ട. സ്ക്രീനിൽ കാണുന്ന ചിത്രം സൂക്ഷിച്ചു നോക്കുക. 4 ടാങ്കുകളുണ്ട്. ആ പൈപ്പ് തുറന്നു വിടുമ്പോൾ ഏത് ടാങ്കാണ് ആദ്യം നിറയുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇതിന് മുൻപത്തെ ചോദ്യത്തിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ചോദ്യമായതിനാൽ നിങ്ങൾക്ക് 25 സെക്കൻഡ് സമയമെടുക്കാം. ടാങ്ക് 3ഉം 4ഉം ഒരുമിച്ച് ആദ്യം നിറയും. ടാങ്ക് 1ന്റെയും 2ന്റെയും കണക്ടർ പൈപ്പുകൾ അവയുടെ താഴെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം മാത്രമേ അവ നിറയുകയുള്ളൂ. ആദ്യം ടാങ്ക് 3ഉം 4ഉം നിറഞ്ഞതിന് ശേഷം മാത്രമേ ടാങ്ക് 2ഉം പിന്നെ ടാങ്ക് 1ഉം നിറയുകയുള്ളൂ. അടുത്തതൊരു കുസൃതി ചോദ്യമാണ്. ഇതിനായിട്ട് ഒരുപാടൊന്നും തല പുകയ്ക്കേണ്ട കാര്യമില്ല. എം എന്ന അക്ഷരത്തിൽ തുടങ്ങി എം എന്ന അക്ഷരത്തിൽ തന്നെ അവസാനിക്കുന്ന വാക്കേത്? എളുപ്പമല്ലേ? 10 സെക്കൻഡിനുള്ളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഉത്തരം മലയാളം. എളുപ്പമായിരുന്നില്ലേ? സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ ഒരു തെറ്റുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇതിനുത്തരം നൽകാനായി 10 സെക്കൻഡ് സമയം തരാം. നിങ്ങളെല്ലാവരും ആ നമ്പറിലേക്കായിരിക്കുമല്ലേ നോക്കിയത്? എത്ര പേര് അതിന്റെ താഴത്തെ ചോദ്യം ശ്രദ്ധിച്ചു? അതിൽ മിസ്റ്റേക്ക് എന്ന് എഴുതിയത് തെറ്റാണ്. അതൊരു ചോദ്യമാണെന്ന് കരുതി നമ്മൾ ആരും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്പറിലേക്ക് നോക്കും. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിറച്ചും O എന്ന അക്ഷരമാണ്. എന്നാൽ ഇവയ്ക്കിടയിൽ C എന്ന അക്ഷരം ഒളിഞ്ഞിരിപ്പുണ്ട്. 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുമോ? എല്ലാവർക്കും ആ C പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വൃത്തത്തിന്റെ അകത്തേക്ക് നോക്കൂ. ആദ്യത്തെ 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആ C കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളാണെന്നാണ്. സ്ക്രീനിൽ കാണുന്ന ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ കാണുന്ന കാറ് ഏത് നമ്പർ ബേയിലാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. 10 സെക്കൻഡാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. എത്ര പേർക്ക് 87 എന്ന ഉത്തരം കിട്ടി? വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. എന്നാൽ നേരെ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാൽ മതി. ഉത്തരം കൺമുന്നിൽ തെളിഞ്ഞു വരും. ഈ ചിത്രത്തിൽ 4 ഗ്ലാസുകളുണ്ട്. ഓരോന്നിലും വെള്ളവും ഓരോ വസ്തുക്കളുമുണ്ട്. ഇവയിൽ ഏത് ഗ്ലാസ്സിലാണ് കൂടുതൽ വെള്ളമുള്ളത്? ഇതിനുത്തരം നൽകാനായി 25 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗ്ലാസ് ബിയിലാണ് കൂടുതൽ വെള്ളമുള്ളത്. ഒറ്റ നോട്ടത്തിൽ എല്ലാത്തിനും ഒരേ അളവിൽ വെള്ളമുള്ളതായി തോന്നാം. എന്നാൽ ഏറ്റവും ചെറിയ വസ്തുവായ പേപ്പർ ക്ലിപ്പുള്ള ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്.
കാരണം കത്രികയും റബ്ബറും വാച്ചും വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് സ്ഥലമല്ലേ പേപ്പർ ക്ലിപ്പിന് വേണ്ടൂ. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ചോദ്യം ഇതാണ്: ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് ഏത് നമ്പറാണ് വരേണ്ടത്? വളരെ എളുപ്പമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനായി 10 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്കുള്ളത്. എന്ന ഉത്തരം എത്ര പേർക്ക് കിട്ടി? ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേകത കണ്ടുപിടിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചിത്രത്തിലെ ഒരു നമ്പറിന്റെ ഒപ്പവും അവയുടെ റിഫ്ലക്ഷൻ ആണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നമ്പർ 6 ആണ്. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ സി എന്ന അക്ഷരം ഒളിഞ്ഞിരിപ്പുണ്ട്. 25 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുമോ? എല്ലാവർക്കും ആ സി പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ വൃത്തത്തിന്റെ അകത്തേക്ക് നോക്കൂ. ഫലിതം പലതും പലരും പറയും, പലതും ഫലിതം പറയും പലരും, പലരും പറയും ഫലിതം പലതും, പറയും പലരും പലതും ഫലിതം. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ ഒരു കവിതയാണിത്. ചോദ്യം ഇതാണ്: ഈ കവിതയിൽ എത്ര തവണ പ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുണ്ട്? ഈ കവിത വായിച്ച് ഉത്തരം കണ്ടെത്താനായി 10 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്കുള്ളത്. എന്താണ് നിങ്ങളുടെ ഉത്തരം? 12 എന്ന് തന്നെയല്ലേ? ഓരോ വരിയിലും 3 പ വെച്ച് മൊത്തം 12 തവണ പ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ 2 സ്പൈറൽസ് ഉണ്ട്. ഇതിൽ ഒരെണ്ണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അത് ഏത് സ്പൈറലിനാണെന്നതാണ് ചോദ്യം. 10 സെക്കൻഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. രണ്ടും കാണാൻ ഒരേപോലെ ആണെങ്കിലും വലതുവശത്തെ സ്പൈറലിനാണ് 2 ഭാഗങ്ങളുള്ളത്. അത് ചിത്രത്തിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? തംബ്നെയിലിൽ കാണുന്ന ചിത്രം നമ്മുടെ ചോദ്യങ്ങളിലില്ല. സ്ട്രോബെറിയുടെ നിറം ചുവപ്പാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത്രയ്ക്ക് മണ്ടന്മാരല്ല നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് കമന്റ് ബോക്സിൽ പറയുമല്ലോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോഴേക്കും നന്ദി.